നമ്മുടെ കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഓരോ ഭാഗത്തും ലക്ഷക്കണക്കിനുണ്ട്. എന്നാൽ ഇവരിൽ ഭൂരിഭാഗവും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് മാത്രമല്ല, ബംഗ്ലാദേശികളുമുണ്ട് കൂട്ടത്തിൽ. നമ്മളൊക്കെ വിചാരിക്കും ആസാമിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും ഒഡീസയിലും ബീഹാറിൽ നിന്നൊക്കെ വരുന്നവരാണ് എന്ന്. പക്ഷെ അല്ല, 100-ൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 60% പേര് ബംഗ്ലാദേശികളാണ്. ഈ 2 ദിവസത്തിന് മുമ്പ് തന്നെ കൊല്ലത്തും അതോടൊപ്പം തന്നെ കൊട്ടാരക്കരയിലും ആയിട്ട് ATS-ഉം മിലിറ്ററി ഇന്റലിജൻസും 10 ബംഗ്ലാദേശികളെയാണ് പിടിച്ചത്. അവരുടെ കയ്യിൽ വ്യാജ ആധാർ കാർഡുകളും ഉണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന സംഭവം. പിണറായി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികൾ എന്ന് വിശേഷിപ്പിച്ച് അവർക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകി അവർക്ക് TV ഉൾപ്പെടെയൊക്കെ നൽകിയതിന്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് കേരളം വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ പ്രശ്നത്തിൽ എത്തി നിൽക്കുന്നത്. ആ 10 വർഷത്തെ പിണറായി ഭരിച്ച സമയത്ത് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ ബംഗ്ലാദേശികളുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലും ഇന്റലിജൻസ് ബ്യൂറോയോ സ്പെഷ്യൽ ബ്രാഞ്ചോ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നിലവിൽ നാട്ടുകാരുടെ സ്നേഹം ആവോളം അനുഭവിച്ച ബംഗാളി ഭായ് ജുവൽ കിങ് ബംഗ്ലാദേശി ഭീകരൻ ആണെന്നറിഞ്ഞതിന്റെ നെട്ടലിലാണ് പത്തനംതിട്ട നിവാസികൾ. തങ്ങൾ ഇതുവരെ തീറ്റിപ്പോറ്റിയത് ഒരു രാജ്യാന്തര ഭീകരനെ ആയിരുന്നുവെന്ന സത്യം പത്തനംതിട്ട നിവാസികൾ കഴിഞ്ഞ ദിവസമാണ് തിരിച്ചറിഞ്ഞത്. പണിക്കായി വാട്സാപ്പിൽ കഴിഞ്ഞ ദിവസം ജുവലിനെ വിളിച്ച പൂവത്തൂർ കളരിക്കൽ സ്വദേശി രാജേഷ് ഇയാളുടെ സ്റ്റാറ്റസ് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ബംഗാളിൽ നിന്നും ബംഗ്ലാദേശികളെ പുറത്താക്കുന്നതിനെതിരെ AK-47 ചൂണ്ടി ഐ ലവ് ബംഗ്ലാദേശ് എന്ന് ആക്രോശിക്കുന്ന സ്വന്തം ചിത്രമാണ് ജുവൽ കിങ് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടത്. ഇത് ഏതാനും മണിക്കൂറിനുള്ളിൽ അപ്രതീക്ഷിതമായി. പ്രൊഫൈൽ പിക്ചർ ആവട്ടെ ബംഗ്ലാദേശ് പതാകയും പാർലമെന്റും ഇതര സ്മാരകങ്ങളും പശ്ചാത്തലമാക്കി നദിക്കരയിൽ ജീൻസും ടീഷർട്ടും ധരിച്ചു നിൽക്കുന്നതും. ബംഗ്ലാദേശിന്റെ തെക്ക് കിഴക്കൻ തീരമേഖലയായ കോക്കസ് ബസാർ, വനമേഖലയായ സുന്ദർബൻസ്, അതോടൊപ്പം തന്നെ വടക്ക് നഗരമായ സെൽഗട്ട് എന്നിവിടങ്ങളിലേക്കുള്ള ചൂണ്ടുപലകകളും പ്രൊഫൈൽ ചിത്രത്തിൽ ദൃശ്യമാണ്. 5 വർഷത്തോളമാണ് ഈ ബംഗ്ലാദേശി ബംഗാളി എന്ന നാടകം കാണിച്ച് പത്തനംതിട്ടയിൽ താമസിച്ചത്. വീട് എവിടെയാണെന്ന് ചോദിക്കുന്നവരോട് കൊൽക്കത്തയാണ് എന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത്. 6 മാസം കൂടുമ്പോൾ ഇയാൾ നാട്ടിലേക്ക് പോയിരുന്നു. 5.5 അടി ഉയരവും ഉറച്ച ശരീരമുള്ള ഇയാൾ കരാറുകാരനായ രാജൻ മേസ്ത്രിക്ക് ഒപ്പമായിരുന്നു പത്തനംതിട്ടയിൽ ജോലിക്കായി വന്നത്. പണിയില്ലാത്ത ദിവസങ്ങളിൽ വേറെ ജോലികൾക്കും പോയിരുന്നു. മൊബൈലിൽ ഖുറാൻ കേട്ടായിരുന്നു ജോലി. 1100 രൂപയാണ് ദിവസ കൂലിയായി വാങ്ങിയിരുന്നത്. ഇംഗ്ലീഷ് തട്ടിമുട്ടി സംസാരിക്കുന്ന ജുവൽ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ പറഞ്ഞാണ് നാട്ടുകാരുടെ പ്രിയം പിടിച്ചുപറ്റിയത്. അതിഥി തൊഴിലാളികൾ എന്ന ഓമന പേരിൽ കേരളം സ്വീകരിച്ച് കിടപ്പാടം നൽകിയ ബംഗാളി ഭായിമാരിൽ ഭൂരിഭാഗം പേരും ബംഗ്ലാദേശികളാണെന്ന ആരോപണം ശരിവെക്കുന്നതാണ് പത്തനംതിട്ടയിൽ നിന്നും മടങ്ങിപ്പോയ ജുവലിന്റെ പ്രൊഫൈൽ പിക്ചറും വാട്സപ്പ് സ്റ്റാറ്റസും. ബംഗാളിനെയും ബംഗ്ലാദേശിനെയും വേർതിരിക്കുന്ന രാജ്യാന്തര അതിർത്തി പല സ്ഥലത്തും തുറന്നു കടന്നതാണ് ജുവലിനെ പോലെ അനേകം ബംഗ്ലാദേശി തീവ്രവാദികൾക്ക് കേരളത്തിൽ വന്ന് സുരക്ഷിതമായി തങ്ങാൻ സൗകര്യമുണ്ടായത്. മാൽഡ, മുർഷിദാബാദ്, കുച്ച്, ബീഹാർ തുടങ്ങിയ ജില്ലകളിലാണ് സീറോ ലൈനിനോട് ചേർന്ന് കിടക്കുന്നത്. ഇവിടെ 300-ലധികം ഗ്രാമങ്ങളാണ് അതിർത്തി വേലി ഇല്ലാത്തവയായി ഉള്ളത്. CPM മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവിന്റെ കാലത്ത് ചെറിയ തോതിലായിരുന്ന ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റവും മമതാ ബാനർജി സർക്കാരിന്റെ കാലത്ത് അത് വ്യാപകമായി. വോട്ട് രാഷ്ട്രീയം ലക്ഷ്യമാക്കി മമത ഇവർക്ക് ആധാർ മുതൽ റേഷൻ കാർഡ് വരെ നൽകിയതോടെ ബംഗാൾ മാത്രമല്ല കേരളവും ഭീകരർക്ക് സുരക്ഷിതമായ ഒരു താവളമായി മാറി. ഭാരതത്തോടുള്ള വൈരാഗ്യം മനസ്സിലൊളിപ്പിച്ച് തരം കിട്ടുമ്പോൾ ലഹരി അടിമയിലായവരും കേരളത്തിലെ ജനങ്ങളെ ലഹരിക്ക് അടിമയാക്കുന്നവരും അതോടൊപ്പം തന്നെ ലഹളയ്ക്ക് ഇറങ്ങുന്നവരുടെ ഒരു പ്രതീകം മാത്രമാണ് ജുവൽ കിങ്. അങ്ങനെ ജുവൽ കിങ്ങിനെ പോലെ 1000-ഓളം ആളുകൾ ഇന്ന് ബംഗ്ലാദേശികൾ ഇന്ന് കേരളത്തിലുണ്ട്. പക്ഷെ അവർ ബീഹാറിലാണ്, ഛത്തീസ്ഗഡിൽ നിന്നാണ്, പശ്ചിമ ബംഗാളിൽ നിന്നാണ്, ആസാമിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിപ്പിച്ച് അല്ലെങ്കിൽ കരാറുകാർക്ക് പൈസയൊക്കെ നൽകിക്കൊടുത്ത് ഇവിടെ സുഖമായി തന്നെ തമ്പടിക്കുന്നുണ്ട്. അതൊരർത്ഥത്തിൽ നമ്മുടെ കേരളത്തിന് തന്നെ വലിയൊരു സുരക്ഷാ പ്രശ്നമായി മാറുകയാണ്.